This is the next theorem, Banach-Steinhaus theorem. ഇത് സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് വലുതാണ്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം യൂണിഫോം ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു പേരും കൂടി ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് വലുതാണ്, പ്രൂഫ് ചെറുതാണ്, അതുകൊണ്ട് പഠിക്കാനും സുഖമാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യരുത്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ലെറ്റ് എ ആൽഫ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ആണ്. എക്സിൽ നിന്ന് വൈയിലോട്ട്, രണ്ട് ബനാക് സ്പേസസ് ആണ്. എക്സിൽ നിന്ന് വൈയിലോട്ട് പോകുന്ന ബൗണ്ടഡ് ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് എ ആൽഫ എന്ന് പറയുന്നത്. കൂടാതെ കുറച്ച് കണ്ടീഷൻസ് ഇവിടെ ഗീവൺ ആയിട്ട് തന്നിട്ടുണ്ട്. There exists a Cx greater than 0 such that supremum of norm A alpha of x less than or equal to Cx. Then അതായത് ഈച്ച് എ ആൽഫയും ബൗണ്ടഡ് ആണ് എങ്കിൽ ദീസ് കളക്ഷൻ ഈസ് ബൗണ്ടഡ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഷോർട്ടാക്കി പറഞ്ഞാൽ. അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ there exists C greater than 0 such that norm A alpha of x less than or equal to C into norm x for every x. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അങ്ങനെ ഒരു C എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് തെളിയിക്കാനുള്ളത്. ദിസ് മീൻസ് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ദ സെറ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എ ആൽഫ ഈസ് ബൗണ്ടഡ്. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു കാര്യം മാത്രം തെളിയിച്ചാൽ മതി. ഓക്കെ, ഇനി അപ്പോൾ നമ്മളതിൻ്റെ പ്രൂഫിലോട്ട് പോകുമ്പം നമ്മളൊരു ഫംഗ്ഷൻ, അതായത് എപ്പോഴും ഇങ്ങനെ സുപ്രീമം ഇത് എഴുതാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ മ്യൂ ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണ്. മ്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് നോം എ ആൽഫ ഓഫ് എക്സ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തെളിയിക്കുന്നത്, ഇവിടെ നമുക്കറിയാവുന്നൊരു കാര്യം, എ ആൽഫ ഈച്ച് എ ആൽഫയും ബൗണ്ടഡ് ആണെന്ന് അറിയാം. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഗിവൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമുക്ക് ഈച്ച് എ ആൽഫ ഈസ് ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിനിങ്ങനെ എഴുതിക്കൂടെ, ബൗണ്ടഡിൻ്റെ ഡെഫിനിഷൻ വെച്ച് നോം എ ആൽഫ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ഇൻറ്റു നോം എക്സ്, കെ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഈച്ച് നോം എ ആൽഫ ഓഫ് എക്സും ഇങ്ങനെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ നമുക്ക് അതിൻ്റെ സുപ്രീമം എക്സിസ്റ്റ് ചെയ്യൂലേ, അതായത് സുപ്രീമം ഓഫ് നോം എ ആൽഫ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യൂലേ ഫോർ എവരി എക്സിന്. ഇനി ഇത് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ മ്യൂ ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യൂലേ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞതല്ല, ഇങ്ങനൊരു ഫംഗ്ഷൻ ശരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ തിയറം 9.4.2, അതിൽ പറയുന്ന കണ്ടീഷൻസ് ശരിയാണ് എന്ന് തെളിയിച്ചാൽ നമ്മൾ അതിൻ്റെ ഫൈനൽ പ്രൂഫ് എന്തായിരുന്നു, ദർ എക്സിസ്റ്റ് സി. ഇതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, ഇങ്ങനെ ഒരു സി എക്സിസ്റ്റ് ചെയ്യുന്നല്ലേ. അപ്പോൾ ആ തിയറത്തിലെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് തെളിയിച്ചാൽ പോരെ. അതാണ് നോട്ട് ദാറ്റ് മ്യൂ സാറ്റിസ്ഫൈഡ് ഓൾ ദ കണ്ടീഷൻസ് ഓഫ് ദ തിയറം 9.4.2. ആ കണ്ടീഷൻസ് ഒക്കെ ശരിയാണെങ്കിൽ അതിൽ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യം ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഇതിൻ്റെ പ്രൂഫിലേക്കാണ് എത്തുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത്, ടു പ്രൂവ് ദാറ്റ് മ്യൂ ഓഫ് ലാംഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മ്യൂ ഓഫ് എക്സ്. ഇത് ശരിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് നോം എ ആൽഫ ഓഫ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു, ഈ ലാംഡനെ പുറത്തിടാലോ, നോം ഓഫ് ലാംഡ ഇൻറ്റു എ ആൽഫ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഈ ലാംഡൻ നോമിൻ്റെ പുറത്തേക്ക് ഇട്ടാലും ഒരു മാറ്റവും വരുന്നില്ല. അപ്പം നമ്മൾ ലാംഡനെ പുറത്തേക്ക് ഇട്ടു, നോം എ ആൽഫ ഓഫ് എക്സ് എന്ന് എഴുതി അല്ലേ. നോക്കൂ, അപ്പം നമ്മൾ തുടങ്ങിയത് എവിടുന്നാ, മ്യൂ ഓഫ് ലാംഡ ഓഫ് എക്സ് എന്ന് തുടങ്ങി. ദാറ്റ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ്, ഇതാണ് നമ്മൾ നേരത്തെ മ്യൂ ഓഫ് എക്സിനെ സുപ്രീമം ഓഫ് എന്ന് ഡിഫൈൻ ചെയ്തില്ലേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് ഇങ്ങനെ എഴുതി. ഇവിടുന്ന് നമ്മൾ സുപ്രീമം ഓഫ് ഇവിടുന്ന് ലാംഡനെ പുറത്തേക്ക് ഇട്ടു, നോം എ ആൽഫ ഓഫ് എക്സ് എന്ന് എഴുതി. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ലാംഡനെയും പുറത്തേക്ക്, കാര്യം സുപ്രീമം ഓഫ് ലാംഡ സംതിങ് എന്ന് പറഞ്ഞാലും ലാംഡ ഇൻറ്റു സുപ്രീമം ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്താക്കി, ലാംഡനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് ലാംഡ ഇൻറ്റു ഇത് എന്ന് പറഞ്ഞാൽ മ്യൂ ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു മ്യൂ ഓഫ് എക്സ്. കണ്ടോ, മ്യൂ ഓഫ് ലാംഡ എക്സ് എന്ന് തുടങ്ങിയിട്ട് ലാംഡ ഇൻറ്റു മ്യൂ ഓഫ് എക്സിൽ അവസാനിച്ചു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നെക്സ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്നത് മ്യൂ ഈസ് പെർഫെക്റ്റ്ലി കോൺവെക്സ് എന്ന് തെളിയിക്കാനാണ്. നമ്മൾ പറഞ്ഞു സെറ്റ് പെർഫെക്റ്റ്ലി കോൺവെക്സ് തെളിയിക്കാനും നമുക്കറിയാം,
ഒരു ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പെർഫെക്റ്റ്ലി കോൺവെക്സ് തെളിയിക്കാനും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ കേസിൽ ബൗണ്ടഡ് സീക്വൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ബൗണ്ടഡ് സീക്വൻസ് XN എടുക്കുകയാണ്. കൂടാതെ ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സീക്വൻസിനാണ് എടുത്തത്. അത് നമ്മൾ പെർഫെക്റ്റ്ലി കോൺവെക്സിന് ഡെഫിനേഷനിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ കേട്ടോ. ഇനി നമ്മൾ അത് ഇവിടെ അപ്ലൈ ചെയ്യാണ്. നോം ഓഫ് എ ആൽഫ ഓഫ് സിഗ്മ AN XN ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് മാറ്റി എഴുതി കോൺസ്റ്റന്റിനെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും ചെയ്ത ഒരു മാറ്റം വരില്ല, നമുക്കറിയാം. ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ നോം ഓഫ് സിഗ്മ AN എ ആൽഫ ഓഫ് XN എഴുതി. നെക്സ്റ്റ് അതിനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മാറ്റുകയാണ്. സിഗ്മ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവുന്നുണ്ട്, സെപ്പറേറ്റ് ചെയ്യുന്ന. അപ്പോൾ സിഗ്മ ഓഫ് AN ഇൻറ്റു നോം എ ആൽഫ ഓഫ് XN ആക്കി. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ മാറും. കാര്യം എന്താ, ഇതിൻ്റെ സുപ്രീമമാണ് ഇവിടെ എടുത്തത്. അപ്പോൾ ഒബ്വിയസ്ലി സുപ്രീമം വലുത് ഓർ ഈക്വൽ ആവാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനെ വന്നു. ഇനി ഈ സുപ്രീമം ഓഫ് സംതിങ് അല്ലേ മ്യൂ ഓഫ് XN എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ തുടങ്ങിയത് സുപ്രീമം ഓഫ് ഇങ്ങനെ തുടങ്ങി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടുത്തെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഓഫ് AN ഇൻറ്റു മ്യൂ ഓഫ് XN അല്ലേ. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ പറയാം മൊത്തമായിട്ട്, മ്യൂ ഓഫ് സിഗ്മ ഓഫ് XN ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു AN ഇൻറ്റു മ്യൂ ഓഫ് XN. ഇതല്ലേ പെർഫെക്റ്റ്ലി കോൺവെക്സിൻ്റെ ഡെഫിനിഷൻ. അപ്പം നമുക്ക് മ്യൂ ഈസ് പെർഫെക്റ്റ്ലി കോൺവെക്സ് എന്ന് ഇവിടുന്ന് കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് എന്തായി 9.4.2ൻ്റെ കണ്ടീഷൻസ് ഒക്കെ ശരിയായ സ്ഥിതിക്ക് നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. Therefore there exists a c greater than 0 such that mu of x less than or equal to c into norm x for every x അല്ലേ. അപ്പോൾ ഈ mu of xൻ്റെ ഡെഫിനിഷൻ കൊടുത്താൽ സുപ്രീമം ഓഫ് നോം എ ആൽഫ ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു c into norm x for every x അല്ലേ. അതായത് നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ there exists a c greater than 0 such that norm a alpha of x less than or equal to c into norm x for every x അല്ലേ. ആൻഡ് എനി എ ആൽഫയ്ക്കും ഇത് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് കിട്ടി. തരുന്നില്ലേ നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മുടെ പ്രൂഫായി. അപ്പോൾ 2 പേരുണ്ട് മറക്കണ്ട, യൂണിഫോം ബൗണ്ടഡ്നെസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടും പിന്നെ നമ്മൾ പറഞ്ഞ ബനാക് സ്റ്റെയിൻഹോസ് തിയറം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 പേരുണ്ട്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ചോദിക്കാം. ഓക്കെ.